ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി അടമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായി ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അടമാങ്ങയാണ്. 1 കപ്പോളം കാണും. ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ നല്ലെണ്ണയാണ് അച്ചാറിടാൻ നല്ലത്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് അല്പം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിടുക. അത് കഴിഞ്ഞ് ഇഞ്ചി ഇടണം. എൻ്റെ ഇഞ്ചി ഇല്ല, അതുമല്ല എൻ്റെ മോന് ഇഞ്ചിയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇത്തിരി പച്ചമുളക്, 2-3 ചെറിയ പച്ചമുളക് മതി, അതിടുക. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു മെറൂൺ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോഴെല്ലാം തീ കുറച്ച് വയ്ക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് കൂടെ ചെയ്യണേ. മെറൂൺ നിറമായി. ഇതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇത് ഇടുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കണേ, മറക്കല്ലേ. ഇത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ടേ. നല്ലതുപോലെ വഴറ്റുക. വെള്ളം വേണ്ടവർക്ക് ഈ സമയത്ത് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഒരിത്തിരി വെള്ളം, ഒരു 1/4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികം വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഈ മാങ്ങ, എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നൊരു കാര്യം, അതിൽ ഞാൻ ആൾറെഡി ഉപ്പിട്ടതാണ് ഈ അടമാങ്ങയിൽ. ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് അല്പം കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി വരുകയാണ്. ഉപ്പിട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മാങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ നമുക്ക് നിർത്താം. നല്ല സൂപ്പർ അടമാങ്ങയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ.